ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. നല്ല എളുപ്പത്തിൽ, നല്ല ടേസ്റ്റിൽ, നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. കറി റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ്, നല്ല വലിയ ഉരുളക്കിഴങ്ങാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ എടുക്കുന്നത്, അപ്പോൾ അതനുസരിച്ചുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുള്ള ചിക്കനാണ്. എല്ലുള്ളതും എല്ലില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ബോൺലെസ് അല്ല, എല്ലുള്ളതും ഉണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുന്നതാണ് ഈ ഒരു ചിക്കൻ സ്റ്റൂവിലേക്ക് എടുക്കാൻ നല്ലത്. ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യൂബ്സ് ആയിട്ട് അരിയാം, അല്ലെങ്കിൽ ഒരു 4 അരിയുന്നത് പോലെ അരിഞ്ഞെടുക്കാം. ഇത് അത്യാവശ്യം വലിയ ക്യാരറ്റാണ്. ഇനി മീഡിയം സൈസാണ് എടുക്കുന്നതെങ്കിൽ 2 3 എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളക്, ക്രഷ്ഡ് കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് പെപ്പറാണ് ചേർക്കുന്നത്. വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചതച്ചെടുത്തത് തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. കുറുമക്കറിയൊക്കെ ആകുമ്പോൾ ചതച്ചെടുക്കുന്ന കുരുമുളകാണ് നല്ലത്. ഇനി ഇതിലേക്ക് 3 കപ്പ് അളവിൽ 2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള പാലാണ്, ഒട്ടും കട്ടിയില്ലാത്ത പാല് ചേർത്ത് കൊടുക്കാം. ഇനി അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം കുക്കറിൽ വെച്ചിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേവിക്കാം. പക്ഷേ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ ഒരു പാനിൽ വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. സവാളയും ബാക്കി കാര്യങ്ങളും വഴറ്റിയെടുക്കാൻ വേണ്ടി ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും 6 7 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഒരു 3 4 ഇഞ്ച് കനത്തിൽ പട്ട ചേർത്ത് കൊടുക്കാം. 6 മുതൽ ഒരു 7 വരെ ഏലക്കയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. അതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലുതായിട്ട് കട്ട് ചെയ്യണ്ട, എന്നാൽ ഒരുപാട് ചെറുതായിട്ടും കട്ട് ചെയ്യണ്ട. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കൂടെ തന്നെ എരിവിന് വേണ്ടി പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊരു പാകത്തിനുള്ള എരിവായിരിക്കും. കുരുമുളക് പൊടിയും കൂടി വരുമ്പോഴേക്കും എരിവ് പാകത്തിനുണ്ടാവും. 2 മിനിറ്റ് നല്ലപോലെ വഴണ്ടൊന്ന് പച്ചമണമെല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു ഗരം മസാല ഈ ഒരു കുറുമക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കൊടുക്കുന്നത്. അതുപോലെ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഹോളായിട്ട് പെരിഞ്ജീരകം ചേർക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ ഈ ഒരു സമയത്ത് പൊടി വഴറ്റിയെടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ഈ ഒരു കറിക്ക് കൊടുക്കും. അതുപോലെ പൊടികൾ വഴറ്റുന്ന സമയത്ത് തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരുപാട് കരിഞ്ഞൊന്നും പോവാതെ പെട്ടെന്ന് തന്നെ അതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരമൊന്നും എടുക്കില്ല, 1-2 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങെല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോയും ചിക്കനും ക്യാരറ്റും വേവിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് വെള്ളം എന്തായാലും ബാക്കിയുണ്ടാവും. നമ്മൾ ഓൾറെഡി ചേർത്ത ആ ഒരു പാല് നല്ല തിന്നായതുകൊണ്ട് കുറച്ച് വെള്ളത്തോട് കൂടെ തന്നെയാണ് അത് കിട്ടുക കേട്ടോ. കുറച്ച് ചാറുണ്ടാവും, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1-ാം പാലാണ്. 1-ാം പാൽ ചേർക്കുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടി കലക്കി ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് ഈ ഒരു കറി കിട്ടുള്ളൂ. 2-3 മിനിറ്റ് ആ ഒരു ചിക്കൻ്റെ ഗ്രേവി എല്ലാം നന്നായി തിളച്ചതിന് ശേഷം വേണം ഈ ഒരു പാല് ചേർത്ത് കൊടുക്കാൻ. നല്ല ചൂടുള്ള സമയത്ത് ഈ ഒരു പാല് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു 1-ാം പാലും ഈ കോൺഫ്ലോറും ചേർത്തതിന് ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കാനൊന്നും പാടില്ല. ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി.
ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. നല്ല ചൂടുള്ള ഗ്രേവിയിലേക്ക് ഇടുമ്പോഴേക്കും അത്ര ഒരു വെന്ത് കിട്ടിയാൽ മതി തക്കാളി. ഒരുപാട് തക്കാളി അങ്ങ് വെന്ത് ഇതിലേക്ക് പുളി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെ ചേർക്കാം. അതുപോലെ പാൽ ഒരുപാട് നേരം തിളപ്പിക്കാൻ പാടില്ല. ഒന്നങ്ങ് അടച്ച് മൂടി വെക്കുക. അടച്ച് മൂടി ഏറ്റവും ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ പാലിലേക്ക് നന്നായിട്ട് ചൂട് പിടിക്കുകയും ചെയ്യും. തക്കാളിയെല്ലാം നന്നായി വെന്തിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ വേറെ എരിവിനായിട്ടൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പച്ചമുളകിൻ്റെയും ആ ഒരു കുരുമുളക് ചതച്ചതിൻ്റെ എരിവാണ് ഈ ഒരു കറിക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കണ്ട. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അത് നന്നായിട്ട് അങ്ങ് സെറ്റ് ആയിക്കോളും. ആ ഒരു ചൂടിലിരുന്ന് എല്ലാം കൂടി നന്നായി റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് ഇത് തുറക്കുന്നത്. ഈ ഒരു കുറുമക്കറി എല്ലാം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ സെർവ് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്ചറിലും നല്ലൊരു ടേസ്റ്റിലൊക്കെ കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കുറുകിയിട്ടുള്ള കറിയാണ്, കോൺഫ്ലോർ ചേർത്തുകൊണ്ട് തന്നെ. എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് കുറുകിയിട്ടില്ല. നല്ലൊരു ക്രീമി ടെക്സ്ചർ തന്നെയാണ് ഈ കറിക്കുള്ളത്. നിങ്ങൾക്കിനി കുറച്ചുകൂടി കുറുക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ സാധാരണ ഒരു കുറുമക്കറിക്ക് കുറച്ച് ചാറുണ്ടാവും. കാരണം നമ്മൾ പൊതുവേ ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെയാണ് ഇത് കഴിക്കാറ്. പാലപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റുമാണ്. പൊറോട്ടയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നെയ്ച്ചോറും ചിക്കൻ കുറുമയും നല്ലൊരു കോമ്പിനേഷനാണ്. അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇൻഗ്രീഡിയൻസും മെത്തേഡ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗരം മസാല വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.